കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ ഇടത് വലത് മുന്നണികളെ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുകയാണ് എൻ.ഡി.എ. കോലഞ്ചേരിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത സമ്മേളനവും മുന്നണിയുടെ കരുത്തറിയിക്കുന്നതായിരുന്നു. ഇതോടെ തോൽവി ഭയന്ന് രാഷ്ട്രീയ മര്യാദകളില്ലാത്ത കരുനീക്കങ്ങളിലേക്കും കടന്നിരിക്കുകയാണ് LDFും UDFും. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഈ ജനസാഗരം തന്നെ ഒഴുകിയെത്തിയിരിക്കുകയാണ്. അത് തന്നെ നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. തീർച്ചയായിട്ടും വിജയം പ്രതീക്ഷിക്കുന്നു കുന്നത്തുനാട്ടിൽ. ഇല്ല, നമുക്ക് എന്തായാലും കുന്നത്തുനാട്ടിൽ ഇത്തവണ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് റിയാലിറ്റി. നമുക്ക് 2020 ഞങ്ങളുടെ സാബു സാറൊക്കെ വന്ന് പിന്നെ 2020 കൊണ്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട്. സാധാരണ ജനങ്ങളെ ഒരുപാട് 2020ലേക്കൊക്കെ വന്നു. ഈ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുടെ വിജയമുറപ്പിക്കുന്ന ഘടകങ്ങൾ. അധികാരത്തിലെത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയത് തന്നെയാണ് 2020യുടെ കരുത്ത്. കുന്നത്തുനാട്ടിൽ 5000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് NDA മുന്നണി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏഴിപ്പുറം, മോനിപ്പള്ളി എന്നിവിടങ്ങളിൽ പുതിയ 2 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കൂടി തുറക്കുമെന്നും 2020 പ്രസിഡന്റ് സാബു എം ജേക്കബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ചെറിയ മാർജിനിൽ നഷ്ടമായ വിജയം തിരികെ പിടിക്കാനാകുമെന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്ങനെയാണ് ഇപ്പോൾ അന്തരീക്ഷത്തിലൊരു കാറ്റ് വീശുന്നുണ്ട്. അത് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒരു മാറ്റത്തിന്റെ കാറ്റാണ് ഇവിടെ കാണുന്നത്. ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് യാതൊരു മാറ്റവും. അയ്യപ്പന്റെ മുതൽ കെട്ടുക ജനങ്ങൾക്ക് എന്തോരം സഹായം ചെയ്യും. അയ്യപ്പന്റെ മുതൽ കെട്ടുവരെ ഞങ്ങളെയും കട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നന്മകൾ അവരുടെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടായിട്ടുണ്ട് ജനങ്ങൾക്ക്. അല്ല, ഞങ്ങൾക്ക് വളരെ താല്പര്യം 2020 എങ്ങനെയെങ്കിലും ജയിച്ച് വരണം. ഈ കുന്നത്തുനാട്ടിലെ 2020യുടെ വലിയൊരു പ്രവർത്തനം ഞങ്ങൾക്ക് കാണണം. അത് ഞങ്ങൾ കാണും. 2020ക്ക് നല്ലൊരു ജനമുണ്ട് ഇവിടെ. 2020 ആയിട്ട് ഒത്തിരി ആൾക്കാർക്ക് സഹകരണമുണ്ട്. എല്ലാവരും അതിനോട് കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു 10,000-2000 രൂപ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ബസ്സിൽ കയറി എന്ന് കഴിഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള ഭക്ഷണമാണ് മിനിസ്റ്റർ സാബു ജേക്കബ് ഇവിടെ കൊടുക്കുന്നത്. ഈ പഞ്ചായത്തിലെ പോലെ കേരളത്തിലെ ഒരു പഞ്ചായത്തിലും കൊടുക്കണില്ല. കുന്നത്തുനാട്ടിൽ ബാബു ദിവാകരനിലൂടെ NDA വിജയമുറപ്പിക്കുമ്പോൾ എതിർ ക്യാമ്പുകളിലും അതിന്റെ അലയൊലികളുണ്ട്. 2020യിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്നാൽ NDAക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കുകയാണ് ജനങ്ങൾ. ജനം, കൊച്ചി.